ഞാനിതാ 500 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം പുറത്ത് വെച്ചു. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മെൽറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ഒരു കവറിങ് മാറ്റിയിട്ട് നമ്മൾ നല്ല അടിക്കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്നിങ്ങനെ ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ബട്ടർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അല്ലാതെ നമ്മൾ പാലിന് പാൽപ്പാട് എടുത്തിട്ടും തൈര് കടഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് അത്രയൊന്നും പണിയില്ല, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബട്ടറൊക്കെ ഇങ്ങനെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ് ബട്ടർ അല്ലായിരുന്നു. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി ഓഫർ ആയതുകൊണ്ട് നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇതുപോലെ ഞാനൊന്ന് നെയ്യ് പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടും മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്നിങ്ങനെ തിളപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, മേലെ ഇങ്ങനെ പതയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടെ സമയം ഒന്നിങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് അടിയിലിങ്ങനെ ഒരു പൊടി പോലെ വരും കേട്ടോ, ചെറുതായിട്ട് അതിൻ്റെ ഒരു മട്ട് എന്ന് പറയില്ല. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ഒരു കളർ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവണം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മൾ തൈരൊന്നും പാൽപ്പാടെന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ സമയം എടുക്കും നമുക്ക് അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്നിങ്ങനെ പോയി കിട്ടാനായിട്ട്. പക്ഷേ നമ്മൾ ഈ ബട്ടർ ആകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് വരുന്നതല്ലേ, അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ചെയ്തുകൊണ്ട് അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറേ അവർ ഒഴിവാക്കിയിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്. അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അധികം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഞാനൊരു ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു ബോട്ടിൽ പൊട്ടിപ്പോയിട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു. ഭാഗ്യത്തിന് ആ ഒരു എണ്ണയൊക്കെ ഈ ഒരു പാത്രത്തിലുള്ള മാക്സിമം ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചൂടാറിന് ശേഷം വേറൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് തണുത്ത് അതിൻ്റെ കളറൊക്കെ മാറി വരും, ഒരു നെയ്യുടെ കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് നെയ്യുടെ ആവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കാം.